അച്ഛന് മേടിച്ച കുറച്ച് ഏത്തപ്പഴം വീട്ടിലിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞ ഡിഷ് ഉണ്ടാക്കാം എന്ന്. പിള്ളേരും സ്കൂൾ വിട്ട് ടയേർഡായിട്ട് വന്നിരിക്കുമല്ലേ, അപ്പോൾ വാ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഏത്തപ്പഴം, നല്ല പഴുത്ത ഏത്തപ്പഴമാണേ. അപ്പം അത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഞാനൊരു പാന് ചൂടായിട്ട് അതിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഈ കട്ട് ചെയ്തിരിക്കുന്ന പഴം ഓരോന്നായിട്ട് ഞാൻ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടിയും കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു. നന്നായിട്ട് അപ്പുറം ഇപ്പുറം മറച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ അതിലോട്ട് ഞാൻ ശർക്കര ഇട്ടു. പിന്നെ തേങ്ങ ചിരകിയതും അതിൻ്റെ മേളിൽ ഇട്ടു. പിന്നെ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒത്തിരി കരിച്ചെടുക്കുന്നത്. എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ കരിക്കുന്നത്. പിന്നെ പിള്ളേർ കാണുമ്പോഴും അവർക്കൊരു ഇഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഏലക്കാപ്പൊടി ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാൻ, ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ അതിലോട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമും അതിൻ്റെ മുകളിൽ കുറച്ച് തേനും കൂടി ഇട്ടു. ഇത് കൊണ്ട് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്നെ അമ്മ ഉണ്ടാക്കുന്നതെന്ന്. അവൾ വെയിറ്റ് അവസാനം ഞാൻ അവൾക്ക് കൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കഴിച്ചിട്ട് അവൾ എന്നോട് പറഞ്ഞു, അമ്മ സൂപ്പറാണ് എന്നത്. അപ്പം ആരോടാ താങ്ക്സ് പറയേണ്ടത്? നമ്മുടെ ലാലേട്ടനോടല്ലേ താങ്ക്സ് പറയേണ്ടത്. കാരണം അത്രയ്ക്ക് നല്ല ഡിഷ് നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മളും അത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇങ്ങനെ നല്ല നല്ല ഡിഷൊക്കെ നമുക്ക് ഓരോരുത്തർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുമ്പോൾ. അങ്ങനെ ഞാൻ തരുണിനും കൊടുത്തു. തരുൺ വീഡിയോ എടുക്കരുതെന്ന് മാത്രമേ എന്നോടൊരു കണ്ടീഷൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ കഴിച്ചിട്ട് നല്ല സൂപ്പറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് ഞാൻ ഈവനിങ് ടൈമിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. നിങ്ങളും എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരും വീട്ടിൽ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ബായ്.